മാർവലിൻ്റെ തണ്ടർബോൾട്ട് സിനിമ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഈ സിനിമ നിങ്ങൾക്കൊരു ഇൻഡിവിജ്വൽ സിനിമയായിട്ട് കാണാനാണെങ്കിൽ കുറേ കൂടി എൻജോയ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള സിനിമ തന്നെയാണ്. അതേസമയം ഒരു മാർവൽ സീരീസിൽ പെടുന്ന ഒരു സിനിമ എന്ന് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് അത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലിലേക്ക് സിനിമ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ആ മാർവലിൻ്റെ ഘടകം മാറ്റിവെക്കാനാണ് ഞാൻ നിങ്ങളോട് അഭിപ്രായപ്പെടുള്ളൂ. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സിനിമ സംസാരിക്കുന്ന നല്ലൊരു വിഷയമുണ്ട്. അത് നല്ല രീതിയിൽ അവർ പോർട്രേ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. നമുക്ക് റിയൽ ലൈഫിലുള്ള പേഴ്സണൽ കണക്ഷൻസ് ഒരുപാട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം വരുന്ന ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ലോൺലിനെസ്. ആ ഒരു ഒറ്റപ്പെടൽ, നമുക്കൊരു സപ്പോർട്ടില്ല, അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടും നമ്മളെ സ്നേഹിക്കുന്ന ആരുമില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫീലിങ്സ് ഇപ്പോൾ ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ കയറുമ്പോൾ പോലും പലപ്പോഴും നമുക്ക് ഹരാസ്മെൻറ്റ് നേരിടുന്നു, ബുള്ളിങ് നേരിടുന്നു. അപ്പോൾ അതും പലരെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതേപോലെ തന്നെയുള്ള സിമിലർ സിറ്റുവേഷനിൽ ആൾക്കാർ വരുന്ന സാഹചര്യങ്ങൾ വേറെയും ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം അഡ്രസ്സ് ചെയ്യുന്ന നല്ല കുറേ സിനിമകളുണ്ട്. ഇൻസൈഡ് ഔട്ട് 2 എന്ന് പറയുന്ന ഒരു അനിമേഷൻ സിനിമയുണ്ട്. ഓസ്കാർ വരെ കിട്ടിയ അനിമേഷൻ സിനിമകളിൽ റെക്കോർഡ് കളക്ഷൻ നേടിയ ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, മുതിർന്നവർക്കും കാണാൻ പറ്റും. ബിക്കോസ് അത്രയധികം വളരെയധികം സൈക്കോളജിക്കലി മെൻ്റലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു അത്. മാർവലിൻ്റെ തണ്ടർബോൾട്ട്സിനും ഏകദേശം ആ ഒരു ചായ്വുണ്ട്. അത്രയൊന്നും വരില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ മെൻ്റലി എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന, മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് തണ്ടർബോൾട്ട്സ്. ഈ സിനിമയിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ലോൺലിനെസ്സിനെ കുറിച്ചും അതിൻ്റെ ആ ഒരു സൈഡ് ഇഫക്റ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഡീപ്പായിട്ട് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള എലേന ബലോവ, അത് ഫ്ലോറൻസ് പ്യൂ ആണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു കഥാപാത്രം ഇതിലൊരു സീക്രട്ട് ഏജൻ്റാണ്, ഒരു മെഴ്സണറിയാണ്. അവരുടെ ലൈഫിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഔട്ടർ കണക്ഷൻസ് കുറവായിരിക്കും, സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് ഉണ്ടാവില്ല. അവർക്ക് വരുന്ന മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ പോലും പലപ്പോഴും ഒരു ലോൺലിനെസ് ഒരു വലിയൊരു ഘടകമായിട്ട് വരുന്നുണ്ട്. ബട്ട് ഇത് പറയുമ്പോൾ നമുക്ക് അവരുടെ വലിയ സെൻറ്റിമെൻറ്റ്സ് വരേണ്ട കാര്യമില്ല, ബിക്കോസ് അവർ റൂത്ത്ലെസ് കില്ലേഴ്സ് ഒക്കെയാണ്. അതർ ദാൻ ദാറ്റ് ആ ഒരു കഥാപാത്രം വഴി ഭൂരിഭാഗം വരുന്ന ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ആ സിനിമ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു സൂപ്പർ ഹീറോ സിനിമയുടെ എലമെൻസും കൂടി ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സിനിമ കിട്ടും. സിനിമയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതൊരു സൂപ്പർ ഹീറോ എന്ന് പറയാൻ പറ്റില്ല, ഒരു ആൻറ്റി ഹീറോ സിനിമയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ സിനിമ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. എസ്പെഷ്യലി ഇതിൽ കുറേ മിസ്ഫിറ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഒരുമിച്ച് ഗ്രൂപ്പായി ചേരുന്നതും അവർ പിന്നീട് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊരു അൺലൈക്ലി ഫ്രണ്ട്ഷിപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. തുടക്കത്തിൽ അത്ര രസമൊന്നും തോന്നിയില്ലെങ്കിലും പിന്നീട് സിനിമ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും എല്ലാവരും അത്യാവശ്യം തരക്കേടില്ലാതെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫ്ലോറൻസ് പ്യൂവിൻ്റെ ആ ഒരു പെർഫോമൻസ് അതെടുത്ത് പറയേണ്ടതാണ്. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് കിട്ടിയിട്ടുള്ളത് പുള്ളിക്കാരിക്കായിരുന്നു. ആൻഡ് എലേന ബലോവ എന്ന് പറയുന്ന കഥാപാത്രത്തെ അടിപൊളിയായിട്ട് ഫ്ലോറൻസ് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ വരുന്ന ഇമോഷണൽ റോളർ കോസ്റ്റർ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വളരെ മനോഹരമായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതിലെ കഥാപാത്രങ്ങളെ നമുക്ക് സ്നേഹിക്കാൻ മാത്രം പ്രത്യേകിച്ച് ഒരു ബാക്ക് സ്റ്റോറിയോ അല്ലെങ്കിൽ അവരുടെ ഒരു കഥാപാത്രത്തെ ഇഷ്ടപ്പെടാൻ മാത്രമുള്ള എലമെൻറ്റോ ഒന്നും തന്നെ സിനിമയിലില്ല. മാർവൽ സിനിമ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഈ കഥാപാത്രങ്ങളെക്കുറിച്ച് കുറച്ചൊരു അറിവുണ്ടാവും. ബട്ട് ഫ്രഷായിട്ട് സിനിമ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ കഥാപാത്രങ്ങളായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് യാതൊരു കാരണവുമില്ല. എസ്പെഷ്യലി ഇവരെല്ലാം കില്ലേഴ്സാണ്. പക്ഷേ സിനിമയുടെ ആ ഒരു പകുതി കഴിയുമ്പോഴത്തേക്ക് ഇവരൊരു ഹീറോയിക് കഥാപാത്രങ്ങളുടെ ലെവലിലേക്ക് എത്തും. ആൾക്കാരെ രക്ഷിക്കുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അങ്ങനെയൊക്കെയുള്ളൊരു ലെവലിലേക്ക് സിനിമ അവരെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അവിടേക്ക് എത്തുമ്പോഴാണെങ്കിൽ പോലും നമുക്കൊരു പേഴ്സണൽ കണക്ഷൻ അവിടെ ഫീൽ ചെയ്യാൻ മാത്രമൊന്നുമില്ല. മാർവൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ എലേന ബലോവ എന്ന് പറയുന്ന കഥാപാത്രത്തെ, അല്ലെങ്കിൽ സെൻട്രി എന്ന് പറയുന്ന കഥാപാത്രത്തെ, പിന്നെ ബക്കിയെ എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ആ ഒരു ഭാഗം വരുമ്പോഴും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അറിയാവുന്ന കഥാപാത്രങ്ങൾ വരുമ്പോൾ നമുക്കൊരു എൻജോയ്മെൻറ്റ് വരും എന്നുള്ളൊരു ഫാക്ടർ ഈ സിനിമയിലുണ്ട്. എസെൻഷ്യലി പറയുകയാണെങ്കിൽ സെൻട്രി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സെൻട്രി എന്ന് പറയുമ്പോൾ ആ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളതുപോലെയുള്ളൊരു കഥാപാത്രമാണ്. അങ്ങനെയാണെന്നല്ല, സെൻട്രി എന്ന് പറയുന്നത് ഒരു സൂപ്പർമാൻ ലെവൽ പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. സൂപ്പർമാൻ്റെ അത്രയൊന്നുമില്ല, പക്ഷേ എങ്കിലും പവർഫുൾ ആയിട്ടൊരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് വോയിഡ് എന്ന് പറയുന്നത്. വോയിഡ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ്. രണ്ടും ഒരു കോയിൻ്റെ രണ്ട് സൈഡ് പോലെയാണ്. രണ്ടും കൂടി ഒരേ സമയം ഒരിക്കലും ഉണ്ടാവില്ല. വോയിഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലോകത്തെ തന്നെ ഡിവോർ ചെയ്യുന്ന തരത്തിലുള്ളൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ബീയിങ് ആയിട്ട് മാറും. പക്ഷേ സെൻട്രി വന്നു കഴിഞ്ഞാൽ ഒരു അൾട്രാ സൂപ്പർ ഹ്യൂമൻ ലെവലിലേക്ക് അതിന് പോകാൻ പറ്റും.
പുള്ളിയുടേതായിട്ടുള്ള നെഗറ്റീവ് സൈഡുകളും ഉണ്ട്. അതെല്ലാം സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചുരുക്കത്തിൽ പറഞ്ഞ സെൻട്രി എന്ന് പറയുന്ന കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ആ കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ സിനിമയുടെ ലക്ഷ്യം എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന അവഞ്ചർ സിനിമകളിൽ സെൻട്രി എന്ന കഥാപാത്രം തീർച്ചയായിട്ടും വരുന്നുണ്ട്. സോ സിനിമയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർവൽ സിനിമ എന്നുള്ള രീതിയേക്കാളും നമുക്ക് നല്ല ഒരു ഫീൽ ഗുഡ് തരുന്ന, അല്ലെങ്കിൽ ഒരു തെറാപ്പി സെഷൻ പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് കുറേ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നല്ലൊരു പ്രസൻറ്റേഷനാണ്. ഒരു സൂപ്പർ ഹീറോ സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ ഈ സിനിമയ്ക്കുണ്ട്. സോ ഓവറോൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ തീർച്ചയായിട്ടും കാണാവുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു സിനിമ തന്നെയാണ്. നിങ്ങൾ സിനിമ കാണുക, എൻജോയ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.